ഒന്നും സംഭവിക്കില്ല. വാക്സിനേഷൻ അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം വാക്സിനേഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എടുക്കുന്നത് നല്ലതാണ്. അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റണം. വാക്സിൻ കൃത്യസമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എടുക്കാമോ? പിന്നീട് എടുക്കാമല്ലോ. ഇപ്പം ചിലവർ എടുക്കാത്തവരെ ഫോറിൻ കൺട്രീസ് ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ പോകുന്നവരെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുപ്പിക്കും. എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ അവർ കേട്ടുള്ളൂ. അവിടെ എടുക്കാൻ പറ്റും, ഇല്ലാകില്ല. പക്ഷെ ചില വാക്സിൻസ് ഉണ്ട്. ഈ പോളിയോ വാക്സിനൊക്കെ 5 വയസ്സിന് ശേഷം എടുത്തിട്ട് കാര്യമില്ല. ബാക്കിയുള്ള വാക്സിനേഷൻസ് എടുക്കാം. ഞാൻ പോളിയോ ഇതൊക്കെ ജന്മനെ എടുക്കണം. ആ ഡ്രോപ്സ് തുള്ളി വരുന്ന ഒഴിക്കുകയല്ല പിള്ളേർ 5 വയസ്സ് വരെ. വാക്സിൻ എടുക്കുന്ന മരുന്ന് മാറിപ്പോയാൽ പരിഹാരമുണ്ടോ? മനസ്സിലായില്ല. എങ്ങനെ പറയാം? വാക്സിൻ എടുക്കുന്ന മരുന്ന് മാറിപ്പോയാൽ പരിഹാരമുണ്ടോ? വാക്സിൻ എടുക്കുന്ന മരുന്ന് മാറിപ്പോയാൽ അപ്പോൾ അത് പരിഹാരം ഉണ്ടാവും. ഡിപ്പെൻസ്. ഓരോരാൾക്കും ഓരോ രീതിയിൽ അസ്വസ്ഥതകൾ വരാം. ഇപ്പം വാക്സിനേഷന് പകരം ഒരു വാക്സിന്റെ പകരം വേറെ വാക്സിനാണോ എടുത്താലാണ്? അതാണോ ചോദ്യം? പരിഹാരം ഉണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു വാക്സിന് പകരം വേറെ വാക്സിൻ അറിയാണ്ട് എടുത്തു പോയാലാ അതിന് പരിഹാരമുണ്ട്. അത് ചിലപ്പോൾ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് വേറെ വാക്സിൻ എടുത്താൽ കുഴപ്പമില്ലാന്ന് പറയാം. പക്ഷേ മരുന്ന് മാറിപ്പോയാൽ ചിലപ്പം പേഷ്യൻസിനെ കുഴപ്പം വരാം. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. വാക്സിനാ? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഒരു മരുന്നാണ്. അത് ഇഞ്ചക്ഷനായിട്ട് വരാം, ഒഴിക്കുന്ന വായിൽ കഴിക്കാനായിട്ട് വരാം. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് വാക്സിനേഷൻസ് മൂക്കിക്കൂടെ സ്പ്രേ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് പ്രതിരോധ ശക്തി നല്ലതെന്ന് വെച്ചാൽ, വാക്സിൻ ശരീരത്തിനകത്ത് പോകുമ്പോഴേ ആ ഒരു അസുഖത്തിന്റെ ചെറിയ അളവിൽ, ഏറ്റവും മൈക്രോസ്കോപ്പിക് ചെറിയ അളവിൽ ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് തന്നെ നമ്മൾ കയറ്റുന്നുണ്ട് ശരീരത്തിൽ. മനസ്സിലായോ? ആ വാക്സിൻ എന്ന് പറയുമ്പോൾ ഇപ്പം പോളിയോ എന്ന് പറഞ്ഞാൽ പോളിയോയുടെ വൈറസാണ് നമ്മൾ കയറ്റുന്നത്, ചെറുതായി ചെറിയ അമൗണ്ട്. അപ്പോൾ ആ വൈറസ് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തി കയറും. അപ്പം നമുക്കിനി ആ അസുഖം പിന്നെ കിട്ടിയാലും അതിന്റെ വീര്യം കുറഞ്ഞതായിരിക്കും ആണ് പറയുന്നത്. ഓപ്ഷണൽ വാക്സിൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ പോക്സിന്റെ, ഫ്ലൂ വാക്സിൻ, പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തത്തിന്റെ, ഇതൊക്കെ ഓപ്ഷണൽ വാക്സിൻസ് ആണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പം മറ്റേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വാക്സിനേഷൻ ഷെഡ്യൂളിൽ പിള്ളേർക്കൊക്കെ. കാരണം അസുഖങ്ങൾ കൂടി വരുന്നത് കൊണ്ട്. ശരിക്കുള്ള ഓപ്ഷണൽ വാക്സിൻസ് ഈ ഫ്ലൂ വാക്സിൻ, പിന്നെ ഈ H1N1 പറഞ്ഞിട്ട് ഈ പക്ഷിപ്പനി, പന്നിപ്പനി എന്നൊക്കെ പറയാം. അതിനുള്ള വാക്സിൻസ് ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ചിക്കൻ പോക്സിന്റെ വാക്സിൻ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഠിക്കുന്നത് ഈ വാക്സിനേഷൻ ഡിസീസസിന്റെ പാടാണ്. അതിനായിട്ട് ഞങ്ങൾക്കൊരു വർക്കാണ് വീടിനടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ആശാക്കാരുടെ നഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാൻ വേണ്ടി. അതിന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ചോദിക്കും, അപ്പൊ ആൻസർ എന്താണ് ഈ വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്നത് ഇഞ്ചക്ഷൻ എന്ന് പറയില്ലേ, കുത്തിവെപ്പ്. ഏത് സമയത്താണ് ഈ വാക്സിൻ എടുക്കേണ്ടത്? ജനിച്ചപ്പം മുതൽ നമുക്ക് വാക്സിൻ ഉണ്ട്. ജനിച്ചപ്പം മുതൽ 15 വയസ്സ് വരെയൊക്കെ വാക്സിൻ ഉണ്ട്. വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല? അപ്പൊ നമുക്ക് അസുഖം പോളിയോയോ അങ്ങനത്തെ ട്യൂബർക്ലോസിസ്, ആ TB ഒക്കെ ഇല്ലേ, ക്ഷയം, അങ്ങനത്തെ അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വാക്സിൻ കൃത്യസമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എന്താ ചെയ്യാ? എടുക്കാൻ പറ്റും? ഓരോ വയസ്സിലും എടുക്കേണ്ട വാക്സിനുകളുണ്ട്. സമയത്തിൽ പിന്നെ ഇല്ല. വാക്സിൻ എടുക്കുന്ന മരുന്ന് മാറിപ്പോയ പരിഹാരം ഉണ്ടോ? ജനനസമയത്ത് ഏതൊക്കെ വാക്സിൻ എടുക്കുന്നു? ഒരു BCG എന്ന് പറഞ്ഞൊരു കുത്തിവെപ്പുണ്ട്, ഈ ക്ഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്. അത് ഈ ഹെപ്പറ്റൈറ്റിസ് വന്നുള്ള അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാക്സിൻ എങ്ങനെയാണ് പ്രതിരോധ ശക്തിക്ക് നൽകുന്നത്? എനിക്കറിയാം. അത് എന്നിട്ട് ഈ ഒരു അസുഖത്തിന്റെ ഒരു വൈറസിന് തന്നെയാണ് നമ്മള് ആ വാക്സിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പ്രതിരോധം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വഴി അങ്ങനെ ചെറിയ പറഞ്ഞിട്ട് മനസ്സിലായി. 16 വയസ്സിന് ശേഷം ഏതെങ്കിലും വാക്സിൻ എടുക്കുന്നുണ്ടോ? 15 വയസ്സ് വരെയാണ് നോർമലി എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഗർഭിണികൾക്ക് മാത്രമാണ് അതിന് ശേഷം എടുക്കുന്നുള്ളൂ. TT നമുക്ക് 10 വയസ്സ് വരെ TT അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ. 15 വയസ്സൊക്കെ ഉണ്ട്. ഓപ്ഷണൽ വാക്സിൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതാണോ? വാക്സിൻസ് എല്ലാം നമ്മുടെ ഇഷ്ടമാണ് എടുക്കണം എന്നുള്ളത്. എടുക്കണം എടുക്കേണ്ടത് നല്ലതാണ്.